ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാധേശ്യാം ചാനലിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ ഭഗവാൻ നിത്യബ്രഹ്മചാരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഞാനിപ്പോൾ പറയാം. മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയത്ത് പാഞ്ചാലിയുടെ 5 മക്കളെയും വധിച്ച ശേഷവും പാണ്ഡവരോടുള്ള പകയടങ്ങാത്ത അശ്വത്ഥമാവ് ഉത്തരയുടെ ഗർഭത്തിനു നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതിൻ്റെ ഫലമായി അശ്വത്ഥമാവിന് കൃഷ്ണശാപവും കിട്ടി. അതിനുശേഷം ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു നിത്യബ്രഹ്മചാരിക്ക് കഴിയൂ എന്ന് ഗുരു പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും സ്വയം സംശയിച്ച് ആ ദൗത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം യാതൊരു സംശയവുമില്ലാതെ ധൈര്യത്തോടെ രണ്ടാമതൊന്ന് ആലോചിക്കാതെ താൻ ഒരു നിത്യബ്രഹ്മചാരിയാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ഉത്തരയുടെ ഗർഭത്തിൽ തൊട്ടപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി ഇല്ലാതായി ഉത്തരയുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ കുട്ടിയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ പരീക്ഷണം നേരിട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാൻ പരീക്ഷിത്ത് എന്ന് പേരിട്ടത്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ നിത്യബ്രഹ്മചാരിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയുള്ള നമ്മുടെ കൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചത് വേറെയൊരു ദുരുദ്ദേശത്തോടു കൂടിയല്ല. കൃഷ്ണൻ തൻ്റെ ഭക്തരായ ഗോപികമാരെ അവരുടെ ദേഹബോധത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമ്മളെല്ലാവരും ഈ കാണുന്ന ശരീരമല്ല, ആത്മാവാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പോരാതെ ഗോപികാ വസ്ത്ര അപഹരണ സമയത്ത് ഭഗവാന് വെറും 5 വയസ്സാണ് പ്രായം. 5 വയസ്സുള്ള കുട്ടിയുടെ നിഷ്കളങ്കതയോടെയാണ് ഭഗവാൻ ഈ ലീലയാടിയത്. ഗോപികാ വസ്ത്രാപഹരണത്തിൻ്റെ പേരിൽ ഭഗവാൻ കൃഷ്ണനെ ഇനി ആരും കളിയാക്കരുതെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. നമ്മുടെ കൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. അച്ഛനില്ലാത്തവർക്ക് അച്ഛനായി, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മകനായി, സുഹൃത്തില്ലാത്തവർക്ക് സുഹൃത്തായി, ഇങ്ങനെ നമ്മൾ നമ്മുടെ ആരായിട്ടാണോ കൃഷ്ണനെ കാണുന്നത് ആ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട്, നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തന് ഒരിക്കലും നാശമില്ല, അധപതനമില്ല, അവരെല്ലാം അനശ്വരരായി തീരും എന്ന് ഭഗവാൻ ഉറപ്പു നൽകുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും കൃഷ്ണഭക്തി കിട്ടട്ടെ. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം.